മലപ്പുറം അരീക്കോട് സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ പടക്കം തെറിച്ച് വീണ അപകടം. മത്സരത്തിന് മുൻപ് നടന്ന കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, ഇപ്പോൾ ഈ അപകടം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ആ കരിമരുന്ന് പ്രയോഗത്തിന്റെ ആകാശ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെ? കാര്യമായൊരു തീ പടർന്നോ കാണികൾക്കിടയിലേക്ക്, ഗാലറിയിലേക്ക്? ഗോകുൽ, നിലവിൽ 20ഓളം വരുന്ന ആളുകൾക്കാണ് പരിക്കേറ്റിയിരിക്കുന്നത്. ഇവരുടെ പരിക്ക് നിലവിൽ ഗുരുതരമല്ല, നിസ്സാരമാണ് എന്നുള്ളതാണ്. അരീക്കോട്ടെ 2 ആശുപത്രിയിലേക്കാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ഏതാണ്ട് ഒരു 8:15 കൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. അരീക്കോട് തെരട്ടമ്പിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഈ സമാപന ദിവസമായ ഫൈനൽ ദിനമായിരുന്നു ഇന്ന്. അങ്ങനെ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി ഗ്രൗണ്ടിൽ കരിമരുന്ന് പ്രയോഗം നടത്തിയതാണ്. അതിനിടയിലാണ് ചില പടക്കങ്ങൾ ഈ ഗാലറിയിലേക്കും അതോടൊപ്പം തന്നെ കളി കാണാനായി എത്തിയ ആളുകളുടെ ശരീരത്തിലേക്കും തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ആളുകൾ പരിഭ്രാന്തരായി ഓടുകയും അതിനിടയിൽപ്പെട്ടുള്ള പരുക്കും അതോടൊപ്പം തന്നെ പടക്കം തെറിച്ചിട്ടുണ്ടായ പരുക്കുമാണ് നിലവിൽ ആളുകൾക്കുള്ളത് എന്നുള്ളതാണ്. പിന്നീട് പരുക്കേറ്റ ഏതാണ്ട് 20-25ഓളം വരുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അതിന് പിന്നാലെ മത്സരം പുനരാരംഭിക്കാൻ വേണ്ടി അധികൃതർ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ ഇടപെട്ടത് തടയുകയായിരുന്നു. പിന്നീട് മത്സരം നിലവിൽ മാറ്റിവെച്ചൊരു സാഹചര്യമാണ് ഉള്ളത്. ഏറെ നേരം ഈ ഭാഗത്ത് സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അരീക്കോട് പോലീസ് എത്തിയാണ് നിലവിൽ സ്ഥിതി ശാന്തമാക്കിയിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായുള്ള കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് പടക്കം പൊട്ടി ഗാലറിയിലേക്ക് വീണെന്നും 20ഓളം പേർക്ക് പൊള്ളലേറ്റതും.